ഖുർആനാ പറഞ്ഞത് ഖുൽ ഇഅമലു ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു. അല്ലാഹു നിങ്ങളെ അമൽ കാണുന്നുണ്ട്, വറസൂലുഹു റസൂലും കാണുന്നുണ്ട്. അവിടെ അതിന്റെ ബാക്കിൽ പറഞ്ഞു മുഅ്മിനീങ്ങളും കാണുന്നുണ്ട്, നല്ല നല്ല ഔലിയാക്കൾ കാണുന്നുണ്ട്. അവരിൽപ്പെട്ട മുഅ്മിനീങ്ങളിൽപ്പെട്ട ആളാണ് ആര്? ശൈഖുനാ സിയം വലിയുല്ലാഹ്. ഞാൻ ലക്ഷദ്വീപിൽ കവരത്തിയിൽ ചെന്നപ്പോ വൽ ഖാസിമിൽ വലി ഫിൽ ജസീറ കവരത്തി മശ്ഹൂറൻ ലനാ നസീറ. ഇന്ന് രാവിലെ കപ്പലിൽ കയറിയാൽ നാളെ രാവിലെ അവിടെ എത്തുള്ളൂ. ഇവിടെ ലക്ഷദ്വീപിൽ അവിടെ ഒരു വലിയ മഹാനുണ്ട്, ശൈഖുനായുടെ മടവൂര് ശൈഖുനായുടെ ശൈഖാണെന്ന് അവിടെയുള്ളവര് പറഞ്ഞു. അവരൊക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റഹ്മാന്. ജാഅ റജുലുൻ, ഒരാള് വന്നു ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല. അദ്ദേഹം പറഞ്ഞൊരു സങ്കടമുണ്ട്, വല്ലാത്തൊരു സങ്കടമാണത്. എന്താണെന്നറിയോ? ആ സ്വഹാബി, മഹാനായ സ്വഹാബി പറഞ്ഞത് ഇമാം തബറാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ സ്വഗീറിലും അവിടുത്തെ ഔസത്തിലും ഉണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞത്? നബിയേ, ഇന്നക ലഅഹബ്ബു ഇലയ്യ മിൻ നഫ്സി വഇന്നക ലഅഹബ്ബു ഇലയ്യ മിൻ വലദി. എന്റെ സ്വന്തം നഫ്സിനൊരു വേദനയാകുന്നതിനേക്കാളും ഒരു രോഗമാകുന്നതിനേക്കാളും അവിടുത്തെ ശരീരത്തിനൊരു വേദനയാകുന്നത് എനിക്കത് സഹിക്കാൻ കഴിയൂല നബിയെ. എന്റെ സ്വന്തം പിഞ്ചുമക്കള്, എന്റെ പേരമക്കള്, അവർക്കൊരു വേദനയോ രോഗമാകുന്നതിനേക്കാളും തങ്ങൾക്കൊരു ചെറിയ പ്രയാസം വരുന്നത് എനിക്ക് സഹിക്കാൻ കഴിയൂല നബിയെ. എന്നിട്ട് ആ സ്വഹാബി പറയാണ്, ഞാൻ എന്റെ വീട്ടിലാകുന്ന സമയത്ത് തങ്ങളെപ്പറ്റി ഞാൻ ഓർക്കും. എന്റെ വീട്ടിലാകുമ്പോ തങ്ങളെപ്പറ്റിയുള്ള ചിന്ത എനിക്കിങ്ങനെ വരും. തങ്ങളെപ്പറ്റിയുള്ള ചിന്ത എന്റെ മനസ്സിനെ മതിക്കുമ്പോ അങ്ങനെ തങ്ങളെ കാണാതെ എനിക്ക് സബൂർ വരൂല, ക്ഷമ വരൂല. അതുകൊണ്ട് എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. ഹത്താ ആതിയ, തങ്ങളെ മുഖം കാണുന്നത് വരെ എന്റെ വീട്ടിലിരുന്ന് ക്ഷമിക്കാൻ എനിക്ക് കഴിയാറില്ല നബിയേ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഹബീബായ തങ്ങളെ മുഖം ഈ ദുനിയാവെന്ന് നേർക്ക് നേരെ കാണാൻ കഴിഞ്ഞ മുഅ്മിനുകളായ സ്വഹാബികൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് സാബിത്തുൽ ബുന്നാനി ആണെന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ ഉണ്ട്. അനസ് എന്നവരോട് പറഞ്ഞു, നിങ്ങൾ റസൂലുള്ളാഹിയുടെ കൈ പിടിച്ചിട്ടുണ്ടോ അനസേ? ആ അനസ് ഇബ്നു മാലിക് തങ്ങൾ പറഞ്ഞു, അതേ കൈ പിടിച്ചിട്ടുണ്ട്. ആ അനസ് എന്നവരെ കൈ പിടിച്ചിട്ട് ബറക്കത്തെടുക്കുകയാണ് പിൽക്കാലക്കാർ. സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ഐനുന്നൂറ് കേട്ടിട്ട് അന്നൂറ് വല്ലാത്തൊരു നൂറാണ്. ഇതേതാണ് നൂറെന്നറിയുമോ? ശകൗതു ഇലാ വകീഇൻ സൂഅ ഹിഫ്ളി ഫഅർശദനി ഇലാ തർക്കിൽ മആസി. ഷാഫി ഇമാം പറയാണ്, എന്റെ ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, ഉസ്താദേ എനിക്ക് ഒന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഷാഫി ഇമാമിന്റെ ഉസ്താദ് പറയാണ്, വഖാലൽ ഇൽമു നൂറുല്ലാഹ്. അൽ ഇൽമ്, അല്ലാഹ് പൊരുത്തപ്പെട്ട ഇൽമ് എന്ന് പറയുന്നത് അത് നൂറാണ്, അത് നൂറാണ്. അതാ ഇവിടെ മടവൂരിൽ നിന്ന് സപ്ലൈ ചെയ്യുന്ന നൂറ്, അതാണ് ഐനുന്നൂറിലൂടെ ഇവിടെ യൂട്യൂബിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖാ വനൂറുല്ലാഹി ലാ യുഅതാ ലിആസി. തഅലീമുൽ മുതഅല്ലിം എന്ന കിതാബിൽ ഞാൻ ആ ബൈത്ത് കണ്ടിട്ടുണ്ട്. സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്നിട്ട് ആ സ്വഹാബിയുടെ വാചകം തുടരുകയാണ്. വഇദാ ദക്കർതു മൗതി വമൗതക. ഈ ദുനിയാവിൽ തങ്ങൾ ജീവിച്ചിരിക്കുമ്പോ തങ്ങളെ കാണാൻ ഞാൻ തങ്ങളെ ഹദറത്തിൽ വരികയാണ്.
പക്ഷേ സ്വഹാബി പറയാണ് വഇദാ ദക്കർതു മൗതി വ മൗതക, തങ്ങൾ ഈ ലോകത്ത് നിന്ന് ഇന്നല്ലെങ്കിൽ നാളെ വഫാത്തായി പിരിയുമല്ലോ. അങ്ങനെ പിരിയുമ്പോ ഞാനും മരിക്കും, തങ്ങൾ വഫാത്താകും. അങ്ങനെ വഫാത്തായാൽ അറഫ്തു, ഞാനിങ്ങനെ ചിന്തിച്ചതാണ്. സ്വഹാബി പറയാണ് അന്നക ഇദാ ദഖൽതൽ ജന്ന, തങ്ങൾ സ്വർഗത്തിലാണല്ലോ, ഉറപ്പാണല്ലോ. അഥവാ എനിക്ക് സ്വർഗം കിട്ടിയാ തന്നെ റുഫിഅത മഅൻ നബിയ്യീൻ, തങ്ങളെ നബിമാരെ നേതാവല്ലേ, നേതാക്കന്മാർക്ക് നേതാവല്ലേ, തങ്ങൾ വലിയ ദർജയിലല്ലേ, ഞാൻ എത്രയോ താഴെയല്ലേ. സുഹൃത്തുക്കളെ, സ്വഹാബിയാണിത് പറയുന്നത്. ആരാണ് സ്വഹാബി എന്നറിയുമോ? ഇന്നല്ലദീന യഗുദ്ദൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന യഗുദ്ദൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ് أولئك الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر عظيم. സൂറത്തുൽ ഹുജറാത്ത് ഞാൻ 1995 മർക്കസിൽ പഠിക്കുമ്പോൾ ശൈഖുനാ കാന്തപുരം ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞു, പഠിച്ചവനെ അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ, അവിടുത്തെ നേതൃത്വം ഇനിയും ഒരുപാട് കാലം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. തഖ്വയിലായി, നിന്റെ ഇബാദത്തിലായി, ഇൽമിലായി ഇഖ്ലാസോടെ സേവനം ചെയ്യാൻ അവർക്കും ഞങ്ങൾക്കും വലിയ ദീർഘായുസ് ഒരുപാട് കാലം നൽകണേ റഹ്മാനെ. അവിടുത്തെ രോഗങ്ങളും ഞങ്ങളെ രോഗങ്ങളും ശിഫയാക്കണേ റഹ്മാനെ. മുഅ്മിനുകളെ, ഈ സ്വഹാബി പറയാണ്, അപ്പൊ അന്ന് ഞങ്ങൾ മർക്കസിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളോട് പറഞ്ഞതാണ് ഈ സൂറത്ത് കാണാതെ പഠിക്കാൻ, സൂറത്തുൽ ഹുജറാത്ത് കാണാതെ പഠിക്കാൻ. എന്താ ഉസ്താദിന്റെ കണ്ടുപിടുത്തം? ഉസ്താദിന്റെ മനസ്സിലുള്ളത് റസൂലുള്ളാഹിയുടെ മദ്ഹാണത്, ഒക്കെ റസൂലുള്ളാഹിയുടെ മദ്ഹാണ്. ഖുർആൻ റസൂലുള്ളാഹിന്റെ മദ്ഹ് അല്ലാതെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ചർച്ച. അബസ വ തവല്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അബസ വ തവല്ല അൻ ജാഅഹുൽ അഅമാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ. അത് റസൂലുള്ളാഹിയുടെ മദ്ഹാണ്. ഉസ്താദിന്റെ ചർച്ച അങ്ങനെയാണ്. ഉസ്താദിന്റെ ചർച്ചയല്ല അത് ഖുർത്തുബി ഇമാം പറഞ്ഞതാണ്, റാസി ഇമാം പറഞ്ഞതാണ്. അത് നമ്മൾക്ക് എത്തിയത് ഉസ്താദിലൂടെയാണ്, ശൈഖുനാ ഓക്കെ ഉസ്താദിലൂടെയാണ്. അവരെ കൂടെ ഞങ്ങളെയും ചേർക്കണേ റഹ്മാനെ. ആ സൂറത്തിലുണ്ട് ആര്? സ്വഹാബത്തിനെ പറ്റി. ഇന്നല്ലദീന യഗുദ്ദൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ്, ഹബീബായ തങ്ങളെ മുമ്പിൽ വെച്ചിട്ട് എന്റെ ഒച്ച ഉയർന്നു പോയിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ അമല് മുഴുവനും പൊളിഞ്ഞു പോയിട്ടുണ്ട്, ഞാൻ ഇനി വരൂല. ഈ ആയത്തിറങ്ങിയപ്പോ സാബിത്ത് ബിൻ ഖൈസ് എന്ന സ്വഹാബി റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളെ മുമ്പിലില്ല. തഫ്സീറിന്റെ കിതാബ് നോക്കിയാൽ കാണാം, ഈ ആയത്തിറങ്ങിയ സമയത്ത്, ആയത്തിറങ്ങാനുള്ള കാരണം ബഹുമാനപ്പെട്ട സാബിത്ത് ബിൻ ഖൈസ് തങ്ങളുടെ കാരണത്തിനാലാണ്, അവരെ വിഷയത്തിനാലാണ്. അവർ ഈ ആയത്തിറങ്ങിയ സമയത്ത് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ വരൂല, ഹബീബായ തങ്ങളെ മുമ്പിൽ ഞാൻ വരൂല. കാരണം എന്റെ സൗത്ത് ആലിയാണ്, എന്റെ ഒച്ച വലിയ സൗണ്ടാണ്, അതുകൊണ്ട് എന്റെ അമല് പൊളിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് ഹബീബായ തങ്ങളെ ഇഷ്കിന്റെ പേരിൽ പൊട്ടിക്കരഞ്ഞ് ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞ സാബിത്ത് ബിൻ ഖൈസിനോട് നബി തങ്ങൾ വീണ്ടും പറഞ്ഞു, സാബിത്തേ, നിങ്ങൾക്കത് ബാധകമല്ല, നിങ്ങൾക്ക് അദബ് കേട് വന്നിട്ടില്ല.
അതുപോലെയുള്ള അദബ് ഞങ്ങളെ ശരീരത്തിലും ഞങ്ങളെ ജീവിതത്തിലും ഉണ്ടാക്കി തരണേ റഹ്മാനെ. ഞങ്ങളെ വിഷമങ്ങൾ ആ സ്വഹാബത്തിന്റെ ബറക്കത്ത് കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലുള്ള വിഷമങ്ങൾ പരിഹരിക്കണേ റഹ്മാനെ. ഐനന്നൂർ കേൾക്കുന്നവർ പലരുമുണ്ട്, ഒരുപാട് ആൾക്കാർ. എൻ്റെ പ്രിയപ്പെട്ട ബാപ്പാടെ ജ്യേഷ്ഠൻ മുസ്തഫ സഖാഫിയുടെ മൂത്താപ്പ തന്നല സ്വദേശി കാരയിൽ മുഹമ്മദ് എന്ന കുഞ്ഞാപ്പ ഹാജി 2 ദിവസം മുമ്പ് മരിച്ചുപോയി. പടച്ചോനെ സ്വഹാബത്തിന്റെ കൂടെ സ്വർഗം നൽകണേ റഹ്മാനെ. ഞാൻ പെട്ടെന്ന് ഓർമ്മയപ്പണ്ട് പറയലാണ്, ഇനിയിപ്പോൾ അവസാനം കൂടി ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. എൻ്റെ അമ്മാവൻ അബ്ദുറഹ്മാൻ എന്നവർ മൂക്കിനൊക്കെ പൈപ്പിട്ട് മൂത്രത്തിന് പൈപ്പിട്ട് വല്ലാത്തൊരു വിഷമത്തിലാണ്. ഖൈറായ അവസ്ഥയിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ഞങ്ങളോട് പലരും മടവൂർക്ക് വരിക എന്ന് പറഞ്ഞപ്പോൾ പലരും വാട്സാപ്പിലും അല്ലാതൊക്കെ ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. ഗൾഫിലുള്ള വലിയൊരു മുഹിബ്, സൗദിയിലുള്ള വലിയൊരു മുഹിബ്, ഇൻഷാ അല്ലാഹ് മൂപ്പര് കൊല്ലം ജില്ലക്കാരനാണ്, സ്വാലിഹി എന്ന ആളെ മകനാണ്. ഇൻഷാ അല്ലാഹ് മൂപ്പരെ കൂട്ടിയിട്ട് ഞാനിവിടെ വരും, ചിറ്റടി മീത്തൽ വരും ഇൻഷാ അല്ലാഹ്. വലിയൊരു മടവൂര് ശൈഖുനാട് ഈ വിഷയത്തിലേക്ക് വലിയൊരു ഹദിയ മൂപ്പര് തരും ഇൻഷാ അല്ലാഹ്. മൂപ്പർക്ക് വലിയൊരു മുറാദുണ്ട്. സൗദി അറേബ്യയിൽ തുഖബ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ദമാമിന്റെ അടുത്ത് തുഖബയിൽ ജോലി ചെയ്യുന്ന ആളാണ്. അയാൾക്കൊരു മുറാദ് ഹാസിലാകാനുണ്ട്. ശൈഖുനായുടെ ബറക്കത്ത് കൊണ്ട് വേഗം ആ മുറാദ് ഹാസിലാക്കി അയാൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ റാഹത്തിലാക്കണേ റഹ്മാനേ. അയാളെ കൂട്ടി എനിക്കും ഇവിടെ വന്നിട്ട് ചിറ്റടി മീത്തല് വരാനും മടവൂര് ശൈഖുനായുടെ ബറക്കത്താക്കപ്പെട്ട മഖ്ബറയിൽ വരാനും എന്നിട്ട് ഞങ്ങൾക്ക് വിചാരിച്ചതിനേക്കാളും വലിയത് ഇവിടെ കൊടുക്കാനും തൗഫീഖ് നൽകണം റഹ്മാനേ. ഈ സ്വഹാബി പറയാണ്, ഹബീബായ നബിയെ റുഫിഅത മഅൻ നബിയീന, തങ്ങൾ സ്വർഗ്ഗത്തിൽ വലിയ ദർജയിലാകും. വ അന്നി ഇദാ ദഖൽതുൽ ജന്ന, ഞാൻ സ്വർഗ്ഗത്തിൽ അഥവാ വല്ല മുക്കിലോ മൂലയിലോ എത്തിപ്പെട്ടാൽ തന്നെ ഖശീതു അല്ലാ അറാക, തങ്ങളെ കാണാൻ എനിക്ക് കഴിയില്ലല്ലോ നബിയേ. തങ്ങളെ സ്വർഗത്തിൽ വെച്ച് കാണാൻ പറ്റൂലല്ലോ എനിക്ക്, ഞാൻ എവിടെയെങ്കിലും വല്ല മൂലക്കലാവൂലേ. ഫലം യറുദ്ദ അലൈഹി നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈഅൻ, നബി തങ്ങളൊന്നും മറുപടി പറഞ്ഞില്ല. നബി തങ്ങൾ മറുപടി പറയാതെ അയപ്പ് മൂപ്പര സങ്കടം കൂടി, ഈ സ്വഹാബിക്ക് സങ്കടം കൂടി. ഞാൻ പറഞ്ഞ മാതിരി തന്നെ ആവും, എനിക്ക് റസൂലുള്ളാഹിനെ കാണാൻ സ്വർഗത്തുനിന്ന് പറ്റൂല എന്ന് ഉറപ്പന്നെ എന്ന് ഈ സ്വഹാബി ഇങ്ങനെ വിചാരിച്ചു. കുറച്ച് നേരം ഇങ്ങനെ ചിന്തിച്ച് മൂപ്പര് കരയാണ്. മഹാനായ സ്വഹാബി കരയുകയാണ്. ഹത്താ നസല ജിബ്രീൽ അലൈഹിസ്സലാം ബിഹാദിഹിൽ ആയ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ ആയത്തിറക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ആര്? ജിബ്രീൽ അലൈഹിസ്സലാം. വല്ലാത്തൊരു ബറക്കത്തുള്ള ആയത്താണത്. ഇബ്നു ഖയ്യിമിന്റെ കിതാബുർ റൂഹിന്റെ തുടക്കത്തിൽ എന്റെ സൗണ്ട് കേൾക്കുന്ന വല്ല മുതഅല്ലിമീങ്ങളും ഉണ്ടെങ്കിലും ഞാൻ കണ്ടത് അവരും കണ്ടോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറയാണ്. ഇബ്നു ഖയ്യിം പറഞ്ഞതൊക്കെ ശരിയല്ല, പക്ഷേ കിതാബുർ റൂഹിന്റെ മിക്കവാറും ഭാഗത്ത് പറഞ്ഞതെല്ലാം അധികവും ശരിയാണ്. തുടക്കത്തിൽ പറഞ്ഞത് കൂടുതലും ശരിയാണ്. അതേ കിതാബുർ റൂഹിന്റെ തുടക്കത്തിൽ വലിയ ചർച്ചയുണ്ട്. ഈ ആയത്തിനെ പറ്റിയും വലിയ ചർച്ചയുണ്ട്. ഇബ്നു ഖയ്യിം പറയുന്നുണ്ട്, മുഫസ്സിറുകളുടെ വലിയ ചർച്ചകളുണ്ട്. ഞങ്ങൾക്കതൊക്കെ ഒന്ന് പഠിക്കാൻ ഇനിയും വലിയ തൗഫീഖ് നൽകണേ റഹ്മാനേ. ആ ആയത്തിറങ്ങുകയാണ്. സൂറത്തുൻ നിസാഇന്റെ 69-ാമത്തെ ആയത്ത് എന്താണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമൻ യുതിഇല്ലാഹ വർ-റസൂൽ ഫഉലൈക മഅല്ലദീന أنعم الله فأولئك مع الذين أنعم الله. അതേ വമൻ യുതിഇല്ലാഹ്, അല്ലാഹുവിനെ വഴിപ്പെട്ട സ്വഹാബികൾ, മുഅ്മിനീങ്ങൾ, അല്ലാഹുവിനെ വഴിപ്പെട്ട പേടിച്ച് കരഞ്ഞിട്ട് കാട്ടിൽ പോയി ഒരു മഖ്ലൂഖിനെയും പേടിയില്ലാതെ മാനന്തവാടിയിലോ വേറെ ഏതോ കാട്ടിലോ ജീവിച്ചിട്ട് അല്ലാഹ്ക്ക് ഇബാദത്തെടുത്ത ഇന്നലില്ലാഹി, ബഹുമാനപ്പെട്ട നബവി ഇമാം റിയാദുസ് സാലിഹീന്റെ തുടക്കത്തിൽ കൊടുക്കുകയാണ്. ഇന്നലില്ലാഹി ഇബാദൻ ഫുതനാ തല്ലഖുദ് ദുനിയാ വഖാഫുൽ ഫിതനാ. ശൈഖുനാ സിയം വലിയുള്ളാഹ് മഹാനവർകളെ പോലത്തെ എത്രയോ സാലിഹീങ്ങൾ തല്ലഖുദ് ദുനിയാ,
ദുനിയാവ് അവർക്ക് പ്രശ്നമല്ല. അവസാനം വഫാത്താകുന്നതിന്റെ തൊട്ട് മുമ്പ് ഞാൻ പ്രത്യേകിച്ച് അറിഞ്ഞിട്ടുണ്ട്, അറിയുന്നവരില്ലെന്ന്, ശൈഖുനായെ പറ്റി അറിയുന്നവരില്ലെന്ന് കേട്ടിട്ടുണ്ട്. എത്രയോ പൈസ ഇങ്ങനെ പൂത്ത നോട്ടുകൾ ശൈഖുനയുടെ അടുത്തേക്ക് വരാറുണ്ടായിരുന്നു. വഫാത്താകുന്നതിന്റെ തൊട്ട് മുമ്പ് 3 കൊല്ലം മുമ്പ് മുതൽക്ക് അത് കൊടുക്കൽ തന്നെയാണ്. എല്ലാവരും വന്നിരുന്നു അത് വാങ്ങാൻ. ഇടിയങ്ങരയിൽ മൂപ്പന്റെ വീട്ടിൽ വഫാത്തിന്റെ 3 കൊല്ലം മുമ്പ് മുതലുള്ള പരിപാടി പിന്നതാ. പിന്നെ 10 പൈസയും വെക്കൂല. പടച്ച റബ്ബേ ഞങ്ങൾക്കും അതുപോലെ കൊടുക്കണം. അതിന് നിന്റെ ബറക്കത്തിന്റെ ഖജാനകളിൽ നിഅമത്തിന്റെ വാതിലുകൾ ഹലാലായ വഴികളിലൂടെ നീ ഞങ്ങൾക്ക് തരണം. പെൺകുട്ടികളെ കെട്ടിക്കാൻ കൊടുക്കണം. അതേ മടവൂരിലെ ശൈഖുനയുടെ വീട്ടിൽ നടക്കുന്ന ദർസടക്കമുള്ള ദർസുകൾക്ക് മുതഅല്ലിമീങ്ങൾക്ക് ഞങ്ങൾക്ക് കൊടുക്കണം. ഞങ്ങൾ വാങ്ങിയാൽ മാത്രം പോരാ, യതീമക്കളെ കെട്ടിക്കാൻ കൊടുക്കണം. അതിനൊക്കെ ഞങ്ങളെ കയ്യിൽ നീ തരണം. നീ ഞങ്ങളെ ഗനിയാക്കണേ റഹ്മാനേ. പടച്ചവനെ തൗഫീഖ് നൽകണേ റഹ്മാനേ. വമൻ യുതിഇല്ലാഹ്, അതാണ് പറഞ്ഞത്. എന്ത് ത്വല്ലഖുദ് ദുനിയാ, സിഎം വലിയുള്ള അടക്കമുള്ളവർ ദുനിയാവിനെ ത്വലാഖ് ചൊല്ലിയവരാണ്. ഈ സ്വഹാബിയും അങ്ങനെ തന്നെ അള്ളാഹിനെ പേടിച്ചു, റസൂലിനെ വഴിപ്പെട്ടു. അങ്ങനെ വഴിപ്പെട്ടവർ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹ് പൊരുത്തപ്പെട്ടവരുടെ കൂടെയാണ്. അതാരാണ്? അല്ലാഹ് പൊരുത്തപ്പെട്ടവരാരാ? ഖുർആനിൽ സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, അൻഅമല്ലാഹു അലൈഹി വ അൻഅംത അലൈഹി. അല്ലാഹ് അവർക്ക് നിഅമത്ത് ചെയ്തു. വ അൻഅംത അലൈഹി, നബിയെ തങ്ങളും അവർക്ക് നിഅമത്ത് ചെയ്തു. അതാർക്കാണ്? അവിടെ പറഞ്ഞ ആയത്ത് സയ്യിദ് ഇബ്നു ഹാരിസ തങ്ങളെ പറ്റിയാണ്. അപ്പൊ അല്ലാഹ് അവർക്ക് നിഅമത്ത് ചെയ്തിക്കണ്, റസൂലും നിഅമത്ത് ചെയ്തിക്കണ്. അങ്ങനെ പറയുമ്പോഴേക്കും ഒരു ശിർക്കോ കുഫറോ ഒന്നും അവിടെ വരൂല. അങ്ങനെ പറയാതിരുന്നാൽ ശിർക്കാവും. കാരണം അത് പഠിപ്പിച്ചത് ആരാണ്? അള്ളയാണ്. അല്ലാഹ് പറഞ്ഞ പോലെ പറയാത്തവനാണ് ശിർക്ക് ചെയ്തവൻ. അപ്പൊ റസൂല് ഞമ്മക്ക് നിഅമത്ത് ചെയ്തിട്ടുണ്ട്, ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അള്ളാന്റെ നിഅമത്ത് ലഭിച്ച മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന, നബിമാര്, സുദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, അവരെ കൂടെയാണ് ആര്? സ്വഹാബികൾ. കൂടെയാണ്. കൂടെ എന്ന് പറഞ്ഞോട് ഇബ്നു ഖയ്യിം അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. മഅ എന്ന് പറഞ്ഞ മഅയ്യത്തിനെ പറ്റി തഫ്സീറുകളിൽ ചർച്ച ഉണ്ട്. അമ്പിയാക്കളെ കൂടെയാണ് ആര്? അള്ളാഹിനെ വഴിപ്പെട്ട മുഅ്മിനീങ്ങൾ, സിഎം വലിയുള്ളാഹ് റസൂലുള്ളാഹിയുടെ കൂടെയാണ്. മമ്പർത്തപ്പാപ്പ സ്വാലിഹീങ്ങളെ കൂടെയാണ്. നമ്മൾ അവരെ ബഹുമാനിച്ചാൽ നമ്മൾ അവരെ കൂടെയാണ്. കൂടെ എന്ന് പറഞ്ഞാൽ ആ മഅ എന്ന് പറഞ്ഞാൽ ഇബ്നു ഖയ്യിം പറഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തറിയോ? സ്വർഗത്തിൽ മാത്രമല്ല ദുനിയാവിലും നമ്മളെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ ആകുമ്പോ എന്തൊക്കെ നേട്ടം ചെയ്യോ? അതിനേക്കാളൊക്കെ അവർ വഫാത്തായ നേട്ടം ചെയ്യും. വഫാത്തായ നേട്ടം കുറയല്ല, നേട്ടം കൂടുകയാണ്. ഏത് ഇമാമിങ്ങൾ അത് പറയാത്തത്? മുഅ്മിനീങ്ങൾ മരിച്ചാൽ, വഫാത്തായാൽ അവരെ കൊണ്ട് നേട്ടം കൂടുമെന്ന് പറയാത്ത ഒരൊറ്റ ഇമാമിനെയും ഒരൊറ്റ ഖുർആൻ പണ്ഡിതനെയും ഒരൊറ്റ ഹദീസ് പണ്ഡിതനെയും അല്ലാഹ് പടച്ചിട്ടില്ല. സുഹൃത്തുക്കളെ, ഹബീബായ തങ്ങളോടുള്ള സ്നേഹം ഞങ്ങൾക്ക് ഏറ്റുതരണേ റഹ്മാനേ. ജബ് ജബ് നബി കി യാദ് ആയേ ഹേ, റസൂലുള്ളാഹിനെ പറ്റിയുള്ള ഓർമ്മ നമുക്ക് ഏറ്റി തരാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ.